ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ നിർദ്ദേശിക്കുന്നത് മൈൻക്രാഫ്റ്റിലാണ്. ഡോഗിനെ മൈൻക്രാഫ്റ്റ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മളിന്ന് കോള് കണ്ടുപിടിക്കാൻ പോവാണ്. ഈ ആടിലേക്ക് വേണം, ഈ കാര്യം കിട്ടത്തില്ല. ഓക്കെ, കിട്ടുന്നുണ്ട്. നമുക്ക് ഇതുകൊണ്ട് ഇവിടെ വീട്ടിൽ വെച്ചിട്ട് വരാം. ഞാൻ എപ്പോൾ വേണമെങ്കിൽ പുറത്തേക്കകത്ത് വീണ് പോകുന്ന ഇയാൾ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുന്നത്. ഗായ്സ്, ഇവിടെ എവിടെയാണ് പൊക്കാൻ നിൽക്കാം. നമുക്ക് ഈ വൂളെടുത്ത് ഇവിടെ എവിടെയെങ്കിലും വെച്ചേക്കാം, അല്ലെങ്കിൽ മരിച്ചു പോയി കഴിഞ്ഞെങ്കിൽ നമുക്ക് വൂള് കിട്ടത്തില്ല. വൂള് വേണ്ടി അയച്ചാണ് ഈ വൂള്. കളർഫുൾ അയക്കുന്ന വൂള് നമുക്ക് നല്ലത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടെ കുറേ മൈൻ ചെയ്ത് മണ്ണ് ഒത്തിരി ഉണ്ടാക്കണം. ഒരു കിണ്ണൻ മണ്ണ്. നമുക്കൊരു 50 സംതിങ് മണ്ണുണ്ടെങ്കിലും ചെയ്യാത്തുള്ളൂ. നമുക്ക് അവിടെ കുറേ കോള് ഞാൻ നോക്കുമ്പോൾ കോളെങ്കിലും ഭയങ്കര പാടാണ് വേസ്റ്റായിട്ട്. പിന്നെ ഞാൻ മൈനിങ് പോയി ഉണ്ടാക്കിയപ്പോൾ അവിടെ കോളുണ്ടായിരുന്നു. ഇപ്പോൾ അവിടുത്തെ കോൾ ഫുള്ളില്ലല്ലോ. പിന്നെ അവിടെ പുതിയ കോള് ഉണ്ടാക്കാനുള്ള സ്ഥലമാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ഞാൻ അവിടെ തന്നെ കോള് കിട്ടത്തുള്ളൂ. നമുക്ക് കുറേ മണ്ണുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാൻ അത് കുറ്റിയാണ്. നമുക്ക് കുറേ മണ്ണ് വേണം ഗൈസ്. നമുക്കിങ്ങനെ മൈൻ ചെയ്തുകൊണ്ട് പോകാം. നൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് പോയി കിടന്നിട്ട് വരും. ഇപ്പം 51 ആയിട്ടുണ്ട്. ഇത് മതി. ഇനി ഇവിടെ വീണ്ടും ഓക്കെ. നമുക്ക് മുകളിലോടത്ത് വയ്ക്കുക. ഏതായാലും അങ്ങോട്ട് പോകുന്നവര് നമ്മളാകെ എടുത്തപ്പോൾ ആകെ 2 ഒന്നും എടുത്തിട്ടില്ല. പിന്നെ മുമ്പ് മൃഗങ്ങളെ തമ്മിൽ കൊണ്ടുമ്പോൾ കിട്ടിയ ഐറ്റംസേ ഉള്ളൂ. കിടന്നു തുടങ്ങാം. ഓക്കെ, നമുക്കിനി പോവാം. നമ്മൾ നമ്മുടെ കുപ്പയിലോട്ട് പോകുന്നു. ഇവിടെ നിന്നാണ് തോന്നുന്നു. ഓക്കെ, കണ്ടോ, ഇത്രയും വലിയ കൊക്കയാണ്. ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ ഒരു പൊടിയും കിട്ടാൻ കഴിയില്ല. നമുക്കിങ്ങനെ പതിയെ ഇറങ്ങാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ പോവാം.
അതുകൊണ്ട് ഒരു കോള് കിട്ടി. കിട്ടി. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാത്താറുണ്ട്. ഓക്കെ, ഞാൻ അടുത്തവിടെ കോള് അങ്ങ് താഴാണെങ്കിൽ നമ്മൾ പണിയാണ്. ഇത് മേളിൽ കയറിയിട്ട് നോക്കാം. കണ്ണ് കാണത്തില്ല. ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി നോക്കാം. ഈ സൈഡിലെ വരെ കാണാതിരിക്കും. നമ്മൾ കൊക്കിലോട്ടുണ്ട് ഗൈസ്. ഇതുണ്ട് ഗൈസ്, എന്തൊരു ഐറ്റംസ്, വിലയുള്ള ഐറ്റംസ് ഇതല്ല. നമുക്കല്ല ഇത് മാതിക്കൊണ്ട് കൊണ്ടുപോകാം. ഓ ഗൈസ്, എനിക്ക് എപ്പോഴൊരു കാര്യം നമ്മൾ സ്റ്റോൺ പിക്കാക്സിന് മാത്രം ഗൈസ് നമ്മൾ താപ്പായിരിക്കുന്നു. കുറേ ഐറ്റംസ് ഉണ്ട് ഗൈസ് എൻ്റെ ഈ കുരിക്കകത്ത്. നമുക്കിത് മതി ജീവിച്ചു പോകാം. ഗൈസ് എന്തോ പുതിയ സൈസ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലെ മാതിക്കൊണ്ട് കൊണ്ടുപോയേക്കാം. കൈസ് കൂടെ ഫുള്ളിലോട്ടാണ് നമുക്ക് എളുപ്പം പോവാം. ഈ പേടിയാണ് കേട്ടോ. ഒരു എൻട്രൻസ് എവിടെ? അയ്യോ കൈസ്, നമ്മൾ ഒത്തിരി പൊക്കത്തിലോട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് കണ്ണ് കാണില്ല ഗൈസ്, നമ്മൾ പെട്ട്. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഇവിടെ വീണ് ചാവുമെന്ന്. നമ്മളേതായാലും പെട്ട് ഗൈസ്. സാധനങ്ങൾ മോഹിച്ച് വന്നാലുള്ള കളി ഇതാ. അതെ, ഇവിടെ നമുക്ക് അത്രയും പൊക്കത്ത് കയറാനുണ്ട്. ഒരു കാര്യം ചെയ്തു ഗൈസ്, ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കിയാലോ. എനിക്ക് എൻ്റെ മണ്ടയ്ക്ക് കയറാം. ഈ നമുക്ക് ഇവിടെ കുറേ മൈൻ ചെയ്ത് കല്ലുകൾ ഒപ്പിക്കാം ഫസ്റ്റ്. നമുക്ക് ഇതുകളിൽ എടുത്തോണ്ട് പോയി ഞാൻ. നമുക്ക് ചാടിപ്പോവാം. ചെയ്ത് വീണ്ടും പാളിഷായി.
ഗൈസ് എനിക്ക് ഇത് നോക്കാം. എൻ്റെ പൊന്നെ വല്ലാത്ത പാടാണ് എഴുതാൻ പഠിക്കാൻ. ഇനി മേലെ ഞാൻ ഇവിടെ വന്നു ഇവിടെ സ്പോണർ സെറ്റാക്കായിരുന്നു നന്നായി. ഞാൻ ഈ സ്പോണർ എടുത്തുകൊണ്ട് വന്നെങ്കിൽ പണിയായിരുന്നു. ഒന്നും കാണുന്നില്ല. ഇങ്ങോട്ട് എന്നിട്ട് ഇനി അത്ര ദൂരം വിളിച്ചു. പച്ചപ്പുള്ള സ്ഥലത്തോടെ നമ്മൾ എത്താനായിരിക്കും ഗൈസ്. എത്തിയ ഗൈസ് കോള് നമ്മളെ ചതിച്ച് ഗൈസ്. ഇങ്ങനെ പോകാം. ഗൈസ് ഇനി മേലെ ഈ പൊക്കോടെ ഞാൻ വളർത്ത് ഗൈസ്. ഭയങ്കര പാടാ ഗൈസ്. വരുന്നതിന് ഒരു പക്ഷെ കയറുന്നതിനുള്ള പാടേ. നമുക്കിനി സ്റ്റോണിൻ്റെ പിക്കാക്സും വേണം. അതാ ഭയങ്കര പാട്. സ്റ്റോണാണ് അവിടെ ഇച്ചിരി ഉള്ളൂ. ഒരു കാര്യം സ്ലോ മൈൻഡിടുക. എന്നിട്ട് ഉള്ള ഡയമണ്ടും കല്ലും എല്ലാം നമുക്ക് മാന്തിയോട് പോകണം. നമുക്കിങ്ങനെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടു. ഇപ്പം നമ്മുടെ കയ്യിൽ ആവശ്യം കുറച്ച് സ്റ്റോണുണ്ട്. ഈ സ്റ്റോണെല്ലാം മതി. എനിക്കിവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ മേലെ വരുമെങ്കിൽ സ്റ്റോൺ പിക്സാക്സില്ല വരത്തില്ല. ഭയങ്കര കേസില്ല. ഒരു ഇൻവെൻ്ററി ഫുള്ളും ഇൻവെൻ്ററി ഫുള്ളും വണ്ണാക്കിയാലേ ചെയ്യാത്തുള്ളൂ. നിങ്ങളുടെ വീട് എവിടെയെന്ന് വന്നോ? ചുമ്മാ ഇവിടെ വരാം. സ്പീഡിൽ പോവാം. എൻ്റെ നോക്കാം. സ്പീഡ് നമ്മുടെ വീട്ടിലെത്തിയേ. അയ്യോ കോഴിക്കോട്ടന്മാർ എത്താൻ മുട്ട കേട്ടോ. അവിടെ കിടക്കട്ടെ. ഞാനിപ്പോൾ നോക്കത്തില്ല. ഓടിക്കും. കിടക്കാം. നമുക്കിന്ന് കിട്ടിയ 2
2 കോള് ഇത് തന്നെയാ. ഇതും കിട്ടിയോ? പിന്നെ ബാക്കി കുറച്ച് സ്റ്റോണുകളല്ല മേളിൽ വെച്ചിട്ട് പരിപാടിയുണ്ട്. ഒരു കിന്നൻ ഐറ്റംസാണ്. നമുക്ക് ലെതർ വേണം കേസ്. നമ്മുടെ കുതിരകളെ നമ്മൾ കണ്ടിട്ടില്ല. കുതിരകളുടെ നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല. ഇനി ലെതറിൻ്റെ കുതിരേൻ്റെ മടയ്ക്ക് ഓടിക്കുന്ന സാധനമുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുതിരേൻ്റെ മടയ്ക്ക് ഓടിക്കാൻ പറ്റും കേസ്. അത് കിട്ടാനുള്ള നല്ല വഴി ഇതേ ഈ ഊത്തേട്ട. ഇത് ഈ ലോകത്ത് ചുമ്മാ നടക്കുന്ന ഒരു ഊത്തേട്ട പശുക്കളില്ലേ, അവന്മാർ മതി. അവന്മാർ നമുക്ക് ഉണ്ടാക്കി തരും. കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ വരിക, മുട്ടി നോക്കി അടിച്ചു കൊടുക്കുക. നോക്കില്ല, നിർത്താതെ അടിച്ചുകൊണ്ടിരുന്ന കിട്ടും. ഓ, ഈ പശുവിനില്ല. അതുപോലെ തേങ്ങ പോലും ഇല്ല. നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു പശു കൊണ്ട് നോക്കാം. ശരിക്കും ഈ സൈഡിലുള്ള പശുക്കളില്ല. ഇവിടെ നല്ല ലെതർ കിട്ടും. 2 ലെതറോ 1 ലെതറായി വെച്ച് കിട്ടും. ഈ സൈഡിലുള്ള പശുവിന് തേങ്ങയില്ല കേസ്. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. കിട്ടിയ നമുക്ക് മുൻപൊരു ഇഴ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു പാലമൊക്കെ എടുക്കണം. ഓക്കെ, ഓക്കെ. ഇനിയൊക്കെ ഇതിന് തളിക്കൂല. പശു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. പശു ഈ പശുവിന് കഴിക്കൊന്നുമില്ല കേസ്. ആകെ ഇച്ചിരി നീറ്റേ ഉള്ളൂ. കുതിരേനെ തല്ലിക്കൊന്ന് തേങ്ങയും കിട്ടത്തില്ല കേസ്. ഇതേതാണ് തുള്ളി നടക്കുന്നത്. ലഘു കിട്ടാൻ ഭയങ്കര കേസ്. നമ്മുടെ കയ്യിൽ ആകെ ഉള്ള എൻ്റെ കയ്യിലുള്ള 3 ലഡു. അത് കഷ്ടിച്ച് ലെതർ. ആകെ പശുവിനകത്തോ അല്ലെങ്കിൽ വേറെ വല്ലതും ഒട്ടിക്ക് തന്നേനെ. ഞാൻ വിചാരിക്കുന്നത് ലെതർ കൃഷി വല്ലതും ചെയ്യാൻ പറ്റുവാണെങ്കിൽ തന്നെ സിമ്പിളായി ലെതർ നടക്കും. ലെതർ നടക്കാൻ എന്നെ പാടാന്നില്ല. മൊത്തം എത്ര തല്ലിക്കൊന്നാലും ലെതർ കിട്ടത്തില്ല. ബാക്കി മീറ്റും ബാക്കിയല്ല പാലും കിട്ടത്തില്ല. ഒരു കോഴിക്കുഞ്ഞും ഉണ്ട്. ഇവിടെ ചുമ്മാ കയറി നോക്കാം. ഇവിടെ 2 ഗ്രൗണ്ട്. ഓ, ഇത് കൊള്ളാം. ഇവിടെ സീക്രട്ട് ബേസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യാം. ഓ, നമ്മൾ വേറെ സ്ഥലത്തെത്തിയ ഗുഡ്, നോട്ട് ബാഡ്. നല്ല സ്ഥലമാണ് ബേസ്. നമുക്കിവിടെ ബേസ് ഉണ്ട്. മൈൻ ചെയ്യാനുള്ള ഐറ്റം ഉണ്ട്. നമുക്കിവിടെ മൈൻ ചെയ്യാൻ പറ്റുമോ? കിട്ടുന്നില്ല. നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ലെതർ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഓ, പിക്ചേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കമ്പില്ല ഗൈസ്. നമുക്ക് അവിടെ പോയി കമ്പിലെടുത്തുകൊണ്ട് വേണം. വെരി ബാഡ് കണ്ടീഷൻ.
എൻ്റെ ഈ സൈഡ് പശു ആവശ്യമില്ലാത്ത നിറച്ചും പശുവാണ്. എവിടെ നോക്കിയാലും ആവശ്യമുള്ള സമയത്ത് അത് കാണത്തില്ല. നമ്മളുടെ വീട്ടിൽ ചുമ്മാ ഈ മുന്നേ ഇതുങ്ങളെ വീട്ടിൽ പച്ചക്കാം. ഓക്കെ, നമുക്ക് മരത്തിൻ്റെ തൈ ഇട്ടിട്ടുണ്ട്. ഏതായാലും ഞാൻ ഇതിവിടെ നടാൻ പോകുന്നില്ല. ഇവിടെ നട്ട് കഴിഞ്ഞാൽ ശരിയാക്കില്ല. നമുക്ക് ബ്ലാക്ക് ഷീപ്പിനെ കണ്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്നെ പോയി കൊല്ലാമേ. ഈ ഒരു കൂട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഷീപ്പ്, മൈ ഫേവറേറ്റ് ഷീപ്പ്. ബൈ 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 ബൈ. ഓക്കെ ചേട്ടാ, നമുക്ക് സാധനം തന്നിട്ടുണ്ട്. ഗൈസ്, ആപ്പിൾ. സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ലക്കി ബൂസ് വയ്ക്കുന്ന സാധനമാണ് ഗൈസ്. ഈ മരത്തിൻ്റെ ഇലകൾ ലക്കുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ഐറ്റംസ് കിട്ടും. ലക്കില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴി ഇതാണ്. ഈ മരച്ചില്ലുകൾ, മരത്തിൻ്റെ ഇലകളില്ല, ഇതിങ്ങനെ തല്ലി പിടിച്ചാൽ മതി. ചുമ്മാ സ്റ്റിക്ക് കിട്ടും. നമ്മൾ തടി വെച്ചുണ്ടാക്കുന്ന പരിപാടി വേണ്ട. തടി വെച്ചുണ്ടാക്കുന്ന അയച്ചോട് എളുപ്പമെന്ന് ഞാൻ പറഞ്ഞത്. ഇതാകുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരുന്നാൽ മതി. കയ്യും മതി. ഇത് ഞാൻ ഇതെടുക്കുന്ന വെച്ച് എളുപ്പത്തിന് വേണ്ടിയാണേ. കേട്ടോ, സ്റ്റിക്ക് ചാടി വരുന്നേക്കാൾ കഴിവാണ്. നമ്മൾ പിക്സാക്സ് കൂട്ടാനായി പിക്കാക്സ് വെച്ചിട്ട് ഈ മേത്തൻ ലക്കില്ലെന്ന് തോന്നുന്നു. ഇത് തേങ്ങ ഇടുന്നുണ്ട്. വെള്ളം വീണോ? ഈ മരത്തിന് ലക്കില്ല. നമുക്ക് ഈ മരത്തിന് നോക്കി ലക്കം തോന്നും. ഗൈസ്, ഈ മരത്തിന് ഒരു ലക്കുണ്ട്. മറ്റേ മരത്തിനാകെ ഒറ്റ കമ്പ കിട്ടിയുള്ളായിരുന്നു. ഇതിൽ നിന്ന് നോക്കൊന്നും കിട്ടിയത് നോക്കാം. ഇതിനാണ് ലക്കൂല്ല, മറ്റേ മരത്തിനാണ് ലക്കൂല്ല. ഗൈസ്, ഇതിനാണ് ലക്കൂല്ല. ഞാൻ കൺഫേം ആക്കി. ഇതേ മരത്തിൻ്റെ തൈകൾ വരെ കിട്ടി, 2 എണ്ണം. മറ്റന്നാൾ തന്നിലും കിട്ടത്തില്ല. നമുക്ക് വേണ്ടി ഒരു പശു നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവനെ നമ്മുടെ എഴുതിയാക്കാം. വൈ പശു. ഓ കൊള്ളാരം. നമുക്ക് പശുവിന് നമ്മൾ ഫാമിലോട്ട് കയറ്റിയിടാം. നമുക്ക് ലഘു കിട്ടിയിട്ടുണ്ട്. 2 എണ്ണം കിട്ടി. നൈസ് ഷോട്ട്. നമുക്കടുത്തത് ഈ മരോടെ തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി ഇരിക്കും. നമുക്ക് വുഡും കിട്ടും.
ഇതിനകത്തുള്ള വുഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ എല്ലാം പിടിച്ച് വെള്ളം കിട്ടുമോ നോക്കാം. ഇത് ലക്കില്ലാത്ത മരം തോന്നുന്നു കേട്ടോ, പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. ഇതിനൊക്കെ 2 സ്റ്റിക്ക് മാത്രം കിട്ടി. ഇതിൻ്റെ തയ്യും കിട്ടി, വേറെ ഒന്നും കിട്ടിയില്ല. അതെ, ഒരു സ്റ്റിക്കും കിട്ടി. ഇപ്പം കറക്റ്റായി. നമുക്ക് ഇനി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ട് വരാം. ഇതെല്ലാം നമ്മുടെ ഐറ്റംസിനെ വെച്ച് കുറേ പിക്കാക്സ് ഉണ്ടാക്കി നമ്മുടെ പണിക്ക് പോവാം. ലെതർ നമുക്ക് വേണം. ചിക്കൻ്റെ ആവശ്യം ശരിക്കും ഇല്ല, നോട്ട് യൂസ്ഫുൾ. നമുക്ക് ഇത് ഈ മരം എവിടെയെങ്കിലും കൂടെ നട്ടു വെച്ചിട്ടില്ല. ശല്യം ഇംഗ്ലണ്ട് നിറച്ചതായിരിക്കും. ഇവിടെ വരാൻ കിടക്കട്ടെ. ഓ, നമ്മുടെ കയ്യിൽ ഇവിടെ 2, 4, 5 ലെതറേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. എൻ്റെ ഓർമ്മയിൽ ഒരു ലെതറോടെ നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ എനിക്കൊന്ന് 5 ലെതറായി തോന്നുന്നു. ഇവിടെ ഞാൻ ലെതർ വെച്ചിട്ടുണ്ടായിരുന്നു. ലെതർ ബിസ്ക്കറ്റ് കേസ് ഞങ്ങൾ 5 ലെതർ ആക്കിയിട്ടുണ്ട്. ആപ്പിൾ നമുക്ക് ഇനി ഒരില്ലതോടെ കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പൈസ അവരതോടെ മൊത്തം തോന്നും. ഒരു പശുവിനോട് കിട്ടിയാൽ മതി. പശുവിന് കിട്ടണം ഏറ്റവും പാട്. പശു എൻ്റെ ഈ ഏരിയക്കകത്തില്ല. എനിക്ക് തോന്നി ഇനി വേറൊരു പശുവിന് വേണ്ടി ഞാൻ പുതിയ പീസ് ഉണ്ടാക്കേണ്ടി വരും. പന്നിക്കുട്ടിയെ തല്ലി കൊന്നാലും ഒന്നും കിട്ടത്തുമില്ല. അതാ മെയിൻ കുഴപ്പം. എനിക്ക് ചിക്കൻ കിട്ടിയെങ്കിലും ഒരു കാര്യം ചെയ്ത് മേളിൽ പോവാം. മേളിൽ പോയിട്ട് ഞാൻ നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ മുമ്പ് കണ്ട എല്ലാ സാധനവും മാന്തിക്കൊണ്ട് വേണം. ഒരു കിന്ന് ഞാൻ പിക്കാക്സ് ഈ വർഷം ഉണ്ടാക്കും. പിക്കാക്സ് ഇല്ല, സ്റ്റോണ്. എനിക്കിതെല്ലാം ഉണ്ട്. പിക്കാക്സ്, യെസ്, ഇങ്ങനത്തെ ഐറ്റംസിന് വേണ്ടി ഞാൻ കാത്തില്ല. ഓക്കെ, പിക്കാക്സിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലെതർ ഷൂ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് എത്രയാ? ഇതിന് ഞാൻ 2 ലെതറോടെ വേണം, 5 അല്ല വേണ്ട. എന്തായാലും നമുക്ക് പിക്കാക്സ് കുറച്ച് ഉണ്ടാക്കണം.
ഓക്കെ മതി. പിക്കാക്സിന് പണിയായി ഗൈസ്. പിക്കാക്സിന് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബേസ് ഉണ്ടാക്കണമെന്നുണ്ട് ഗൈസ്. നമുക്ക് അതില്ല പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ ഐറ്റംസിൽ ഇന്നത്തെ കയറ്റാം. ഇത് രണ്ട് ഐറ്റം. ഓ നമ്മുടെ കഴിക്കുന്ന 5 ലഡ്ഡു ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് പിക്കാക്സ് മാത്രം മതി. ഉള്ളി പിക്കാക്സ്. ഇനി നമ്മൾ നമ്മുടെ വേട്ടയ്ക്ക് പോകുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് കുറച്ച് ടോർച്ച് ലൈറ്റോടെ എടുത്തിട്ട് പോയേക്കാം ആവശ്യം വന്നെങ്കിലോ. ഓ ടോർച്ച് ലൈറ്റ് എല്ലാം താരെ എത്രയാണ്. ടോർച്ച് ലൈറ്റ് ആവശ്യമില്ല. നമുക്ക് താഴോട്ട് പോവാം. നമ്മുടെ ലൊക്കേഷൻ അതെ ഇവിടെയാണ് നമ്മുടെ സ്ഥലം അല്ലേ. നമ്മളിവിടെ ഇവിടെയാണല്ലോ പാലം ഉണ്ടാക്കിയത്. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. നേരെ കൊക്കരോട് പോയി കാര്യം ഇങ്ങോട്ട് ഇറങ്ങാം. ഓ ഗൈസ് അവിടെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടുത്തെ ഗോൾ എടുത്തോണ്ട് പോവാം. ഓക്കെ നമ്മൾ ഗോൾ എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഇവിടെ ഈ ഐറ്റം എടുക്കുന്നുണ്ട്. അതോടെ എടുക്കാം. ഇവന് എന്ത് ഗുണമുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. ഏതോ ഇരിക്കട്ടെ. ഇതൊരു ഐറ്റമല്ല. ഇത് നോക്കാണ്ട് ഇത് ചുമ്മാ മനസ്സിനെ പറ്റിക്കാൻ. ഇത് അടുത്ത ഐറ്റം. കേസ് ഇത് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു അയണ്ണാന്ന് തോന്നുന്നു കേസ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചാടി നോക്കാം. ഓക്കെ ഇതന്നെയാ ന്യൂ റെസിപ്പി. ഇതന്നെയാ എനിക്ക് അതിനോട് കേസ് ഇതന്നെയാന്ന് അയണായിരിക്കും. അയണാന്ന് തോന്നുന്നുണ്ട്. മുമ്പത്തെ കാത്ത് ഇരുട്ടി ഇവിടെ കൂടുതലാണല്ലോ. തോന്നുന്നതാണ്. ഭയങ്കര ഇട്ടുണ്ട് കേസ്. കണ്ണൂര് കാണുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ ഇച്ചിരി ഇരുട്ടുള്ള എൻട്രൻസ് കണ്ട് നമുക്ക് ചെറുതായി കണ്ണ് കാണാം. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇവിടെ ഗൈസ് നമുക്ക് ടോർച്ച് എടുക്കേണ്ടതായിരുന്നു. ടോർച്ച് എടുക്കാൻ ഇന്ന് നമ്മളെ പൊട്ടത്തരായി പോയി. ഇതൊരു എൻട്രൻസ്. യെസ് പക്ഷെ മുമ്പ് നല്ല വെളിച്ചം ഉണ്ടായിരുന്നല്ലോ. കണ്ണും കാണുന്നില്ല. ഏതായാലും എനിക്കൊരു കാര്യം എസ്കേപ്പ് ചെയ്യാം. അതേ ഉള്ളു കൈസ് വരി. നമ്മളിവിടെ പെട്ട് മനസ്സിലാകുന്ന പോലില്ല വരി.
ഗേസ് നമുക്ക് എൻട്രൻസ് കിട്ടി. അല്ല ഇവിടെ ലാവയാന്ന് തോന്നുന്നു ഗേസ്. അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. നമുക്ക് എന്തോ സൈസ് കല്ലിട്ടിട്ടുണ്ട് ഗൈസ്. നമ്മളെങ്ങോട്ടാ പോകുന്നത്? ഇപ്പം എനിക്ക് കണ്ണ് കാണുന്നുണ്ട് ക്ലിയറായി. ഇതിവിടെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്, നല്ലതായിട്ട് പ്രകാശിക്കുന്നു. അതെ, ഓക്കെ, അതായത് പ്രകാശിക്കുന്നുണ്ട്. ഇവിടെ ലാവയാണോ? നല്ല രസമുണ്ട് ഗൈസ് കാണാം. ഇരുട്ടായി ഗൈസ്, കണ്ണ് കാണുന്നില്ല. നമുക്ക് ഏതായാലും വന്ന വഴിയോടെ തന്നെ പോവാം, നല്ലത്. ഇവിടുന്ന് എവിടെയോ ചാടിയപ്പോഴാണ് നീല കളറുള്ള ഐറ്റംസ് കണ്ടത്. ഇവിടെ ഒന്നുമല്ല. ഇനി നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ടോർച്ച് കൊണ്ടുവന്ന് എനിക്ക് പണിയാണ് ഗൈസ്. ഞാൻ മടുത്തി പോക്കോടെ പെട്ടെന്ന് പോകുന്ന എടുത്ത് കളി. നൈറ്റ് ഗൈസ്. കണ്ണൂരും കാണുന്നില്ല. നമുക്ക് ഡെഡ് എടുത്ത് ഇവിടെ വെക്കാം. ഗൈസ് ഇവിടെ ഒരു കേവിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സൈസ് മഷ്റൂം ഗൈസ്. ഇതെന്തോ നമുക്ക് റെസിപ്പി കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തോ നമ്മൾ പൊട്ടിച്ചതാണ്. നമുക്കത് വീണ്ടും പൊടിച്ചുകൊണ്ട് വയ്ക്കാം. ഇതാണ് ആ റെസിപ്പി. എസ്കേപ്പ് അത് ഭയങ്കര പാടാണ് കഴിച്ചിട്ടിടാൻ.
തന്നെ ആയിരിക്കും. ഇത് ഞാൻ വരുവാണ് ടോർച്ച് എടുത്തോളൂ. ഈ പൊക്കോളം മടുത്ത് കേസ്. നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പെടാപ്പാട്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കൈ ഇന്ന് കിട്ടിയ സാധനങ്ങൾ ഇതിനകത്ത് കയറ്റി വെക്കാം. സ്റ്റോൺ ഇതിൻ്റെ മേളിൽ കൊണ്ടുവെക്കാം. മഷ്റൂം ഇവിടെ ഇരിക്കട്ടെ. ഈ ഡയമണ്ട് വയ്ക്കുന്ന സാധനം ഇവിടെ, പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ കോള് ഇവിടെ ഇരിക്കട്ടെ. ഇതേ ഉള്ളൂ, മതി. കൊണ്ട് നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യാനുണ്ട്. എത്ര മുട്ടുണ്ട്? നമുക്ക് അത് മണ്ണ് ഇരിക്കുന്നുണ്ട്, മണ്ണ് വേണം. ഇവിടെ ഇരിക്കട്ടെ. വുഡ് ഇവിടെ ഇരിക്കട്ടെ. നമുക്കിതിവിടെ വെക്കാം. ഇതന്നെ കല്ല്. ഓക്കെ. പിന്നെ സ്റ്റോണ് ഇവിടെ. പിന്നെ വല്ലതുണ്ടോ? ഇല്ല. ടോർച്ച് വേണം, ആദ്യത്തിൻ്റെ ഐറ്റം. ഇതും വേണം, സ്റ്റിക്കും വേണം. ഒരു ടോർച്ച് ഉണ്ടാക്കിയിട്ട് വേണം പോവാൻ. കോള്, സാൻഡ് വേണം, പിക്കാക്സ് വേണം. ഇതും വേണം. കോൾ ഇച്ചിരി വേണമല്ലോ. ഓക്കെ, ഇനി നമുക്ക് ക്ലാസിൻ്റെ കൂടെ പോവാം. ഓക്കെ, മതി. പോവാ വയസ്സ് നൈറ്റ് അതിൻ്റെ സ്കിപ്പ് ചെയ്യാം. തേനീച്ച കൂടി നമുക്ക് രാവിലെ നോക്കണം. തേനീച്ചയുടെ പരിപാടിയായിരിക്കും. ഒരു പുതിയ തേനീച്ച വന്നിട്ടുണ്ട്. നമുക്കൊരു പൂ പറിക്കാം. എന്നിട്ട് ഇങ്ങനെ കാണിക്കുക. അത് ജീവിച്ചു കൂട്ടാം. നമുക്ക് അതിനോട് ചൊറിയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മളോട് ഒരു ക്രൂരതയും ചെയ്തില്ല വയസ്സ്. നമുക്ക് നേരെ ഇങ്ങോട്ട് മൈനിങ് പോവാം. എൻ്റെ അടുത്തല്ലോ. നമുക്ക് ആദ്യത്തെ ടോർച്ച് ഇവിടെ തന്നെ വെച്ച് കൊടുക്കാം. ഓക്കെ. ഓ, ഇപ്പോഴാണ് ഞാൻ ഈ സ്ഥലം വ്യക്തമായി കാണുന്നത്. ഓക്കെ. ഓ, ഇത്രേ ഉണ്ടോ? ഇത് കോള് മേളിലുണ്ട്. അത് ഇങ്ങോട്ട് പോകാം. കേസിന് നമുക്ക് മൈനിങ് ചെയ്യാതെ ഇപ്പം കണ്ണു വരെ കാണാം. മുമ്പ് അത് വരും പറ്റത്തേക്ക് സ്കൂള് എടുത്തുകൊണ്ട് പോകണം. അർജൻറ്റാണ് കോൾ.
നമ്മൾ ഇവിടുത്തെ കോള് മാറിയിട്ടുണ്ട്. ഇത് ഇവിടെ ഇതുണ്ട്. ഓ അതിൻ്റെ ആവശ്യമില്ല, നമ്മുടെ കയ്യിലുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഐറ്റം വേണം. ഇതെന്തോ ഗുണമുള്ള ഐറ്റമാണ്. ഇത് നമുക്ക് ഇവിടെ ഇട്ട് വെച്ച് കൊടുക്കാം. ഇവിടെ എന്നാ കാര്യമൊന്നും അറിയില്ല. ഓ ഇവിടെ ഫുള്ള് ഇതാണോ? നൈസ് ഗൈസ്. കിട്ടി അർജൻറ്റായി കൈ കിട്ടി. ഇതെവിടെയും കിട്ടാൻ പാടാം, ചില സൈഡിലേ കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്കിത് മാതിക്കൊണ്ടുണ്ട് ഗൈസ്. ഇത് എന്നാ സ്റ്റോണാണെന്ന് അറിയുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം ഗൈസ്. ഇത് ചയൺ വെല്ലം ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ നൈസായിട്ട് നമുക്ക് അയണും ഉണ്ടാക്കാം, കുറേ സാധനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം, ലൈറ്റ് തന്നെ ഉണ്ടാക്കാം. നമുക്ക് കുറേ ഒന്ന് മാന്തിക്കൊണ്ട് കൊണ്ടുപോയേക്കാം വല്ല ആവശ്യം വന്നെങ്കിലോ. This is the goal guys. Okay. ഈ കുഴിയിലോട്ട് വന്നത് കാര്യമായി ഗൈസ്. നമുക്ക് കോൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. കോളിന് വേണ്ടി കോളിന് പിന്നെ മറ്റേ നീല സാധനത്തിന് വേണ്ടി വന്നു. എന്നിട്ട് ആ നീല സാധനവും കാണുന്നില്ല, ബാക്കിയെല്ലാം കിട്ടി. നമുക്ക് ഇവിടെ ഇട്ട് വെച്ച് കൊടുക്കാം. കിട്ടി. ഓ ഇവിടെയും കോളുണ്ടോ? നന്നായി. എനിക്ക് ഇവിടുത്തെ നാച്ചു കോളാണ് ഗൈസ്. നമുക്ക് ഇതും ആ നീലസാനും എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ നമ്മുടെ കോൾ മൈൻഡിങ് സെൻറ്റർ ആയിട്ടുണ്ട്. നീസം എടുക്കണം. ഇതിന് വേണ്ടി ഞാൻ മെയിനായത് ഇതും വേണം. അത് പോട്ടെ, ഒന്ന് പോയാൽ നമുക്ക് മറ്റൊന്നുണ്ട്. ഇതേ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ഗൈസ്. ഇതിൻ്റെ ബ്ലോക്ക് വല്ലോണ്ടെങ്കിൽ ഞാൻ വീടുണ്ടാക്കുന്നത് ഇത് വെച്ച്.